അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചണിലെ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തെ പുളിമരത്തിൽ നിന്ന് പുളി പറിച്ച് അതിനുശേഷം ഈ പുളി വെച്ച് ശർക്കര പുളിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് ശർക്കര പുളി എന്നാണ് പറയാറ്. ചിലരിതിനെ പുളിഞ്ചി, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയാറുണ്ട്. ഓണസദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണിത്. മോനാണ് പുളി പറിക്കുന്നത്. മരത്തിൽ കയറി വലിയൊരു പരിചയമൊന്നുമില്ല. കഴിഞ്ഞ വർഷം 4 കിലോ പുളിയാണ് കിട്ടിയത്. ഇപ്രാവശ്യം അത്ര തന്നെ ഇല്ല. ഇടമഴ പെയ്തത് കാരണം പുളിക്കെല്ലാം പൂപ്പൽ വന്നു, പുളിയെല്ലാം കേടായിട്ടുണ്ട്. എന്നാലും അവന് കഴിയുന്ന രീതിയിൽ അവൻ മരമൊക്കെ കുലുക്കി പറിക്കുന്നുണ്ട്. എൻ്റെ അടുക്കളത്തോട്ടം കാണിച്ച സമയത്ത് ഈ പുളിമരം കാണിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പുറമെ കണ്ടാൽ കേടൊന്നുമില്ല. എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള പുളിയെല്ലാം ഇതിൽ നിന്നും കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു വലിയ ബക്കറ്റ് പുളിയാണ് കിട്ടിയത്. ഇനി നമുക്ക് ശർക്കര പുളി ഉണ്ടാക്കാൻ തുടങ്ങാം. പുളിയെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 500 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ പുളിയിൽ നിന്നും പൾപ്പെല്ലാം വേഗം ഇറങ്ങിക്കോളും. ഇനി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. നമ്മുടെ ശർക്കര പുളിക്ക് ഒരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതായിരുന്നു ഇത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഉഴുന്നെല്ലാം വറവായി വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ ചട്ടിയിൽ തന്നെ വെച്ചാൽ ചൂട് തട്ടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുളിയിൽ നിന്ന് പൾപ്പൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. എൻ്റെ ഉമ്മയുടെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണിത്. പുളിയുള്ളതായതുകൊണ്ട് പ്രായം കാരണം വല്ലാതെ കൊടുക്കാറില്ല. എന്നാലും ഉമ്മ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉമ്മ ചോറിനേക്കാൾ കഴിക്കുന്നത് അതായിരിക്കും. കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഉമ്മ പറയാറ്, ഇത് കഴിച്ചാൽ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയ പോലെയാണ് എന്നാണ് പറയാറ്. ഞാനിവിടെ 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോർമൽ വാട്ടറാണ് ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൾപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ഉഴുന്നൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഈ സമയം ഞാനൊരു 500 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. പുളിയുള്ള ഏതൊരു റെസിപ്പി തയ്യാറാക്കുമ്പോഴും എപ്പോഴും നല്ലത് മൺചട്ടി തന്നെയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി 2-3 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അലുമിനിയം പാത്രങ്ങളിലും ഇൻഡാലിയം പാത്രങ്ങളിലും ഒന്നും ഉണ്ടാക്കരുത്. നമ്മുടെ ശർക്കരപ്പുളിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുളിയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച് മെൽറ്റാക്കിയെടുത്ത ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അരിച്ച് വെച്ച ശർക്കരപ്പാനിയാണ് കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതാണിത്, 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മുടെ മേലിൽ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധ വേണം. ഞാനിവിടെ 500 ഗ്രാം പുളിക്ക് 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരപ്പുളി ഉണ്ടാക്കുമ്പോൾ ശർക്കരയൊന്ന് അല്പം മുന്നിട്ട് നിൽക്കണം. അപ്പോഴേ ശർക്കരപ്പുളിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഫൈനായിട്ട് പൊടിച്ച ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് ശർക്കരപ്പുളിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാനാണ്. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും ശർക്കരപ്പുളി. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അല്പം ഏലക്കായുടെയും നല്ല ജീരകത്തിൻ്റെയും ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഒരിക്കലും അധികമാകരുത്, കയ്പിരസം വരും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ശർക്കര ഇടുന്ന ഏത് റെസിപ്പിക്കും അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ഏലക്കായുടെയും നല്ല ജീരകത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചട്ടിയിലായത് കാരണം വേഗം കുറുകി വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടേ ചട്ടിയിൽ നിന്ന് മാറ്റുന്നുള്ളൂ. ചട്ടിയിലിരിക്കും തോറും നമ്മുടെ ശർക്കരപ്പുളിക്ക് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. ഒരാഴ്ച വരെ കേടുകൂടാതെ പുറത്ത് വെക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എൻ്റെ വീട്ടിൽ പുളിയുള്ളത് കാരണം ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒന്നാണിത്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബിരിയാണിയിലേക്കൊക്കെ ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമില്ലാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.